ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അടക്കത്തെക്കുറിച്ചും അവൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് കർത്താവ് 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ വിവരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ലൂക്കോസ് 24:30-31 വാക്യം. ലൂക്കോസ് 24:30-31. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഈസി ആയിട്ടുള്ളതാണ്. കർത്താവ് ഭക്ഷണത്തിന് ഇരിക്കാൻ നേരത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുക്കുന്ന ആ സമയമായപ്പോൾ ഈ 2 പേർക്ക് മനസ്സിലായി ഇത് കർത്താവാണെന്ന്. അപ്പോൾ അവൻ അവർക്ക് അപ്രത്യക്ഷനായി എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും കൂടെ പഠിക്കാം നമുക്കത്. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ച് തർക്കിച്ചും കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്നങ്ങ് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവർക്കവനെ മനസ്സിലായില്ല. കർത്താവിനവരെ മനസ്സിലായി, അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വാദിക്കുന്ന എന്താണ്? അവർ വളരെ വാടി മുഖത്തോട് കൂടി പറഞ്ഞു, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ ഇവിടെ സംഭവിച്ച കാര്യമൊന്നും അറിയാതിരിക്കുന്ന അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഏത് കാര്യമാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ച് നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രവാസികളും ഒക്കെ അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങൾ വിചാരിച്ചത് അവൻ ഇസ്രായേലിൽ വീണ്ടെടുക്കുവാൻ വന്നവനെന്നാണ്. ഇത്രയും മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ കല്ലറയ്ക്ക് പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവർ പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്നും പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരും കല്ലറയ്ക്കൽ ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ കർത്താവിനെ കണ്ടില്ല കേട്ടോ. ക്ലേപ്പാവ് എന്നു പേരുള്ളവൻ പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, നിങ്ങൾ വചനം വായിക്കാൻ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ? പ്രവാചകന്മാർ എല്ലാം പറയുന്നുണ്ടല്ലോ. പ്രവാചകന്മാർ പറഞ്ഞു, ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളത്. നിങ്ങൾ മന്ദബുദ്ധികളാണ്. അതിനുശേഷം തിരുവെഴുത്തുകളെ ആധാരമാക്കി മോശം തുടങ്ങി സകല പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് അവർ പോകുന്ന ഗ്രാമത്തോടടുത്തു. അപ്പോൾ അവൻ മുമ്പോട്ട് നടക്കുന്ന ഭാവം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങളോട് കൂടെ ഇന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിർബന്ധിച്ചുകൊണ്ട് അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അപ്പോൾ പിന്നെ അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ ആ സമയത്ത് അവരുടെ കണ്ണ് തുറന്നു. അവർ യേശു ഇതാരാണ് ഇവരുടെ കൂടെ നടന്നതെന്നും ഇവരോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്നതും എന്നും അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളോട് വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ ഇരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. അവർ ഉടനെ തന്നെ ആ നാഴികയിൽ തന്നെ അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. നമുക്കപ്പം മനപ്പാഠം ഒന്നും കൂടെ പഠിക്കാം. ലൂക്കോസ് 24:30 വാക്യം. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നമുക്ക് ഇതിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നാം അതുപോലെ തന്നെ വിശ്വസിക്കണം. കർത്താവ് അനേക പ്രാവശ്യം മരിക്കും ഉയർത്തെഴുന്നേൽക്കും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ ദുഃഖിക്കേണ്ടതായിട്ട് വന്നത്. രണ്ടാമത്, കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചു, എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു. മൂന്നാമതായിട്ട്,
അവർ കർത്താവിനെ വിശ്വസിച്ചു എന്നറിഞ്ഞിട്ടും വീണ്ടും കർത്താവ് അവരുടെ അടുക്കൽ ചെന്നു. കർത്താവിനെ അവർക്ക് അവിശ്വാസമുണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടും അവരോട് കൂടെ കർത്താവ് ചെന്നു. അവരെ കർത്താവിൻ്റെ സത്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. എത്ര സ്നേഹവാനായ കർത്താവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞ് അവർ അത്യന്തം സന്തോഷിച്ചു. മാത്രമല്ല, അപ്പോൾ തന്നെ അവർ തിരിച്ച് യെരുശലേമിലേക്ക് വന്ന ആ വിവരം മറ്റ് ശിഷ്യന്മാരോടും പറഞ്ഞു. നാമും നമ്മെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായിട്ടുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പലപ്പോഴും അവിശ്വാസത്തെ ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന അവിടുത്തെ പാഠങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ 2 ശിഷ്യന്മാരെ അങ്ങ് പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസവും ഒക്കെ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ കാണിക്കും. അതിലും കൂടെ ആ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ആൻറ്റി എപ്പോഴും ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.